ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് താമരയെക്കുറിച്ചിട്ടാണ്. നമ്മൾ ഒരുപാട് പേര് താമരത്തൈ വെച്ച് വളർത്തി വീട്ടിൽ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനകത്ത് അവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക. ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ പൂത്ത് നിൽക്കുന്നത്. താമരയുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും നല്ല പൂവ് ഇനങ്ങളിൽ വരുന്ന ഒന്നാണ് ഗ്രീൻ ആപ്പിൾ. അതേപോലെ തന്നെ യെല്ലോ പിയോണി ലോട്ടസ്. യെല്ലോ പിയോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞത്താമര എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മഞ്ഞത്താമരയിൽ ഇതിനെ പറ്റിയൊരു വീഡിയോ നേരത്തെ നമ്മൾ 2 എപ്പിസോഡായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് വളരെ നല്ല പോലെ പൂക്കുന്ന ഇനങ്ങൾ ഒരുപാടുണ്ട്. അതിനകത്ത് വരുന്ന മൊട്ടാണ് ഇതായി കാണുന്നത്. മൊട്ട് വളർന്ന് പൂവായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സീഡുകളാണ് നിൽക്കുന്നത്. കണ്ടത് വണ്ടൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യ വിരുന്നാണ് ഈ ചെടി നമുക്ക് സമ്മാനിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. താണ്ട് ഇതേപോലെ നല്ലൊരു പോട്ടിനകത്ത് ഞങ്ങളിപ്പം വെച്ചേക്കുന്ന ഒരു സ്റ്റാൻഡ്, അതായത് പില്ലർ ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്ന ആ ഒരു ബ്ലോക്കുണ്ട്. ആ ബ്ലോക്ക് മേടിച്ചിട്ട് അതിനകത്ത് ഈ വലിയ പോട്ട് താണ്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിനകത്ത് നമുക്ക് സാധാ ചാണകം, ഉണങ്ങിയ ചാണകം താഴ്ഭാഗത്തിടുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറായിട്ട് നല്ല ചുമന്ന മണ്ണിടുക. അതിന് മുകളിലായിട്ട് കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ഏകദേശം ഒരു 1.5 ഇഞ്ച് കനത്തിൽ മണ്ണിര കമ്പോസ്റ്റ് ഇടുക. അതിന് മുകളിൽ സാധാ മണ്ണ്, അതായത് ചുമന്ന മണ്ണുണ്ടെങ്കിൽ ചുമന്ന മണ്ണ് ഒരു 2 ഇഞ്ച് കനത്തിലിടുക. അത്രയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി അതിന് ശേഷമായിട്ട് നമ്മൾ കളക്ട് ചെയ്ത ട്യൂബർ, അതായത് ഇതിനകത്ത് ഇളക്കുന്ന ട്യൂബറോ അല്ലെന്നുണ്ടെങ്കിൽ ട്യൂബർ ഇപ്പം സെയിലല്ല, ഇതിൻ്റെ ട്യൂബർ ഇളക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് പല വെറൈറ്റികളാണ് ഇന്നത്തെ ദിവസം പൂത്ത് നിൽക്കുന്ന വെറൈറ്റികളാണ് ഈ കാണുന്നത്. ഇത് റൂബി, സയാം റൂബി എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഫസ്റ്റ് ഫ്ലവർ റെഡിയാക്കി തന്ന ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ പല കളക്ടേഴ്സ്, റെയറായിട്ടുള്ള പ്ലാന്റ് ലോട്ടസിൻ്റെ കളക്ടർ ഒരു മേഡമാണ് എനിക്കിത് അറേഞ്ച് ചെയ്ത് തന്നത്. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇത്രയും പൂ പിടിക്കുമോ ഒരു ചെടിക്കകത്ത്, ഇത്രയും പൂ കിട്ടുമോ എന്നുള്ള ഒരുപാട് സംശയമുണ്ട്. അഥവാ 1-2 പൂ അങ്ങും പൂക്കുന്നതല്ലാതെ നന്നായിട്ട് ഇതേപോലെ പൂക്കുന്ന വെറൈറ്റികൾ നമ്മളെ നാട്ടിലുണ്ട്. ഇത് പിങ്ക് ക്ലൗഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. പിങ്ക് ക്ലൗഡിൻ്റെ ബഡ്സാണ് ഈ നിൽക്കുന്നത്. നോക്കി എന്താ ഭംഗി. വീടിൻ്റെ മുറ്റത്ത് ഇതേപോലെ നമുക്ക് നല്ല ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഈ പറഞ്ഞ മിക്സ്ചർ പറഞ്ഞതുപോലെ ഇട്ടാൽ ഇതേപോലെ നമുക്ക് പൂത്ത് കിട്ടും. നല്ല വെയിൽ വേണം. ഇത് ഒരുപാട് പേര് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് തണലത്തൊക്കെ വയ്ക്കാറുണ്ട്. നല്ല വിലയുള്ള സാധനമാണ്. അന്നേരം താമരയെന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നല്ല ഒരു പ്രദേശത്താണ് ഈ സാധനം വളരുക. ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ്. താമര നമുക്ക് ഇതേപോലെ പൂപ്പിക്കാൻ പറ്റും എന്നുള്ളതിനുള്ളൊരു തെളിവാണ് ഈ കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഗാർഡനിലെ നഴ്സറിയിൽ നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് സെയിലിനുള്ള പ്ലാന്റുകളല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പം വന്നാലും കാണാൻ സാധിക്കും. അതിൻ്റെ തൈകൾ ട്യൂബർ ആവുന്ന സമയത്ത് നമ്മളിത് പറയും. അതേപോലെ തന്നെ പിങ്ക് ക്ലൗഡിൻ്റെ നിറച്ചതാണ്. ഇപ്പോൾ ഏകദേശം 7ഓളം മൊട്ട് ഒരു ഇതിനകത്ത് തന്നെ, ഒരു പോട്ടിനകത്ത് തന്നെ ഏകദേശം 7ഓളം മൊട്ട് നിൽക്കുന്നതാണ് ദാണ്ട് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഉള്ള ഒരുപാട് വെറൈറ്റി ഉണ്ട്. യെല്ലോ പിയോണി ഉണ്ട്. അതേപോലെ തന്നെ അതായത് ഇത് പിങ്ക് ക്ലൗഡ്, ഇതിൻ്റെ പിങ്ക് ക്ലൗഡ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ താമര എങ്ങനെ അറിയാമെന്നാണ്ട് ഇതേപോലെ വെള്ളം ഇലയിൽ നിൽക്കില്ല, ഇങ്ങനെ മെർക്കുറി കിടന്ന് ഓടുന്നതാണ്, ഓടിക്കൊണ്ടിരിക്കും. ഇതാണ് താമര തിരിച്ചറിയാൻ വേണ്ടിയുള്ളത്. പലർക്കും അറിയാത്തതുണ്ട്. ദാണ്ട് ഇതേപോലെയാണ് ഇത് വെച്ചതിന് ശേഷം ദാണ്ട് ഇതേപോലെ പ്ലാന്റ് ട്യൂബറാണ് വെക്കാറ്. ട്യൂബർ വെച്ച് ഇത് പരുന്തോ കാക്കയോ എന്നുള്ളത് ദാണ്ട് പുതിയ മുളകൾ പൊട്ടി വരുന്നതാണ് ഇതാ കാണുന്നത്. ഈ ട്യൂബേഴ്സാണ് ഏറ്റവും നല്ലത് റണ്ണേഴ്സ്. ഇത് ഏറ്റവും ഇതിനെ അഭിമുഖീകരിച്ചിരിക്കുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചാണ്. അതാണ്ട് ഇതേപോലെ സ്നെയിലിൻ്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ പറക്കിയെടുത്ത് കളയുക എന്നുള്ളതാണ് ആദ്യത്തെ മാർഗം. ഒരുപാട് പേര് സംശയം കൊണ്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. സ്നെയിൽ റിമൂവേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും മാറിക്കിട്ടും. പക്ഷേ അത് പ്ലാന്റിന് ദോഷമില്ലാത്ത സ്നെയിൽ റിമൂവേഴ്സ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട. ഒരു കോൺ, അതായത് നമ്മൾ ചോളത്തിൻ്റെ ഒരു പീസ് കഴിച്ചതിൻ്റെ ബാക്കി അതിനകത്ത് ഇട്ടാൽ മതി. ഇതാണ്ടേ ഇത് വിരിയുന്നതിന് മുമ്പുള്ള ആപ്പിളാണ്. എന്താ നല്ല രസമാണ്. പൂവൊക്കെ കാണാനാണെങ്കിലും ഒരു ഫ്ലവർ കൊഴിഞ്ഞ് തീർന്നു.
കൊഴിഞ്ഞ് തീർന്നതിന് ശേഷം അതിനകത്ത് സീഡ് പോഡാണ് നിൽക്കുന്നത്. സീഡ് പോഡ് നിൽക്കുന്ന ആ നിൽപ്പ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നല്ല രസമാണേ, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലോ ഒക്കെ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതിന് വേറെ വലിയ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണം. വെയിലാണ് പ്രധാനം. നല്ല വെയിൽ, നല്ല സ്റ്റോക്കിനൊക്കെ നല്ല കമ്പ്, നല്ല 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 പുഷ്ടിയോടെ വരാൻ വേണ്ടിയിട്ട് അതിനെ അവിടെ നിന്ന് പ്ലാന്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. പൂവിൻ്റെ സൈസ് ആ ഇലയോളം വലിപ്പം വരുന്നു എന്നുള്ളതാണ്. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിനടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ലില്ലിയിൽ ഉള്ളൊരു വെറൈറ്റിയാണ്. ഇപ്പം ഫ്ലവർ ചെയ്തപ്പം പെട്ടെന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. അതേപോലെ തന്നെ താമര കണക്ക് തന്നെ നമ്മളെ ആമ്പലും വയ്ക്കാൻ സാധിക്കുന്നതാണ്. പൂക്കാനായിട്ട് നമ്മൾ റോസിനൊക്കെ യൂസ് ചെയ്യുന്ന പഴയ ഡാപ്പിൽ DAP എന്ന് പറയുന്ന DAP മിക്സ്ചർ, അത് ലൈറ്റായിട്ട് എപ്പോഴും അതുപോലെ ഒരു കമൻറ്റ് ഇടയ്ക്ക് വന്നിരുന്നു, DAP കിട്ടില്ല. അത് ചില സമയത്ത് ഒരുപാട് ചാക്കൊന്നും എല്ലാവർക്കും ഒന്നും സെയിലിന് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഉള്ളത് അന്നേരം തന്നെ നമ്മൾ കൊടുക്കും. അതുപോലെ ഇന്ന് വന്ന കുറച്ച് പ്ലാന്റുകളുടെ ലോഡ് ഇറക്കി വെച്ചതാണ് ഈ കാണുന്നത്. ഹൈഡ്രാജിയൻ്റെ പുതിയ വെറൈറ്റിയൊക്കെ വന്നു. കളക്ഷനിൽ കുറച്ചെടുത്താണ് തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതൊരു പിങ്ക് കളറ്, കൊള്ളാം, നല്ല രസമായിട്ട് നിൽക്കുന്നു. ഹൈഡ്രാഞ്ചിയുടെ ഒരു പുതിയതാണ്. അതേപോലെ തന്നെ ഇതൊരു പുതിയ പ്ലാന്റ് അവിടെ കണ്ടതാണ്, പെട്ടെന്ന് അതെടുത്തു. വളരെ മനോഹരമായിട്ട് ചെമ്പരത്തിയുടെ കണക്കൊക്കെ ഇരിക്കുന്നു കണ്ടിട്ട്. റോസ വെറൈറ്റി എന്നാണ് അതിന് അവർ പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൊണ്ടുവന്ന റോസുകൾ നല്ല അടിപൊളിയായിട്ട് കുറേ സീസൺ പ്ലാന്റ്സ്, റോസസ്, അതേപോലെ തന്നെ അത് നമ്മളൊരു പുതിയ ക്രോട്ടന, അതേപോലെ തന്നെ ആപ്പിൾ ക്രോട്ടൻ്റെ ഒരു വെറൈറ്റി, അതേപോലെ തന്നെ മാൻഡിവില്ല, നല്ല കിടുക്കാച്ചി മാൻഡിവില്ല, അതേപോലെ ഇതാണ്ട് ക്രിസാന്തിമം, ഇതൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ട്. കാര്യം ആദ്യമേ വന്ന് ആളുകൾ എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് DAP വളം, നമുക്ക് വീണ്ടും കണ്ടൻറ്റിലോട്ട് തിരിച്ചു വരാം. DAP വളം നമുക്ക് ലൈറ്റായിട്ട് ഒരു പേപ്പറിൽ മടക്കിയിട്ട് ഒരു 15 തരി കൂടുതലൊന്നും വേണ്ട, 15 തരി വെച്ചിട്ട് വെള്ള പേപ്പറിനകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം താമരയുടെ സൈഡിൽ എവിടെയെങ്കിലും വേരിൽ തൊടാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂത്ത് കിട്ടും. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ താമരയുടെ തൈ നമുക്ക് എന്നത്തേക്ക് ഒരു അസറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ പ്ലാന്റ് കാണാനും ഒക്കെ നല്ല രസമാണ്. കണ്ടില്ലേ, അത് താമരയുടെ എല്ലാ വീഡിയോസും ഇതിനു മുമ്പ് തൈ ഉണ്ടാക്കുന്നതും എല്ലാത്തിനെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ലോഡ് ഇറങ്ങിയ വിശേഷങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഇടുന്നതായിരിക്കും. കുറേ ക്രിസാന്തിമത്തിൻ്റെ ഫ്ലവേഴ്സൊക്കെയാണ് ഇതായി കാണുന്നത്. വളരെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന വെറൈറ്റികളാണ്. പിന്നെ അതിന് ഓവറായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പണിപാളും. അതേപോലെ ഫംഗിസൈഡ് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇൻസെക്ടിസൈഡ് ഇടയ്ക്കൊന്ന് കൊടുക്കുന്നത് നന്നായിരിക്കും. ഫംഗിസൈഡ് ഒരു 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല രസമാണ് കാണാൻ. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കളറുകളൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ക്രിസാന്തിമത്തിൻ്റെ ലോഡാണ്, ഒരു 10-500ഓളം ചെടി അത് വന്നു. പിന്നീട് അതേപോലെ നല്ല മാന്തൈ വന്നിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു ലോഡ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനിയൊരു വീഡിയോയിൽ നമ്മളത് ഇടുന്നതായിരിക്കും. ഓക്കെ, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.